അപ്പോൾ ഗൈസ് നമ്മുടെ ഗെയിമിലേക്ക് വീണ്ടും ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അപ്ഡേറ്റ് എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് ഞാൻ ഈ വീഡിയോ പറയുന്നതായിരിക്കും. എല്ലാവരും ഈ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ എൻ്റെ വരെ മാക്സിമം കാണാൻ ശ്രമിക്കുക. പിന്നെ ഈ വീഡിയോ ഇതുവരെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടിയിലോട്ട് പോകുമ്പോൾ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടി ഓപ്ഷന് സെറ്റ് ചെയ്ത് വയ്ക്കുക. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യത്തെ ചീറ്റ് കോഡ് എന്തെന്ന് നോക്കാം. നമ്മുടെ ഗെയിമിലേക്ക് നേരത്തെ 4325 അടിച്ചാൽ കാറൊന്നും ഇല്ലായിരുന്നു. ഇപ്പം നമ്മുടെ ഗെയിമിലേക്ക് ഡെവലപ്പർ 4325 അടിച്ച ഒരു പുതിയൊരു കാറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു വൈറ്റ് കാറാണ്. കാരണം ഇതേപോലെ കുറേ നമ്പർ നല്ല അടിപൊളി കാറാണ് നമ്മുടെ ഗെയിമിലേക്ക് വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത്. ഇതേപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് വേറെയും കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യാം. മറ്റേ കാറിൻ്റെയും കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പം ഞാൻ ഈ കാറിനൊരു ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് അടുത്ത അപ്ഡേറ്റിൽ ഈ അടുത്ത കാര്യം എന്താണെന്ന് നോക്കാം. അടുത്ത കാര്യം നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് പുറകിലോട്ട് പോയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ പറയാൻ പോണ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ആവുന്ന കാര്യമാണ്. കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ഗെയിമിലേക്ക് ആരോയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ റേസ് ചെയ്യാൻ നേരത്ത് വഴി ഏതെന്ന് നമുക്കൊന്ന് കൺഫ്യൂഷനാവും. അതുകൊണ്ട് തന്നെ നമ്മൾ റേസ് ചെയ്യാൻ നേരത്ത് ഏത് വഴിയിലോട്ടാണ് പോകാനുള്ളതെന്ന് ആരോയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ റേസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ റേസും കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ കാണിച്ചു തരാം എവിടെയൊക്കെയാണ് ആരോ കൊണ്ടുവന്നേക്കുന്നതെന്ന്. നമുക്ക് ലാഗാക്കാൻ തന്നെ നമ്മുടെ കാർ എടുത്തതിന് ശേഷം നമുക്ക് എവിടെയൊക്കെയാണ് ആരോ ഉള്ളതെന്ന് കാണിച്ചു തരണ്ടേ. അപ്പോൾ നമുക്ക് പോവാം ഗൈസ്. ഇവിടെ റേസ് സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്ക് എന്തായാലും കത്തിച്ചു വിടാം ഗൈസ്. എന്തോ അമ്മമാരൊക്കെ ഫ്രണ്ടിൽ കയറി പോകുന്നുണ്ട്. പക്ഷേ ഗൈസ് ഈ റേസ് എന്ന് വെച്ചാൽ ഭയങ്കര ഈസിയാണ്. കുറച്ചും കൂടെ ഹാർഡാക്കണം അല്ലേ ഗൈസ് ഈ ഒരു റേസ് എന്ന് വെച്ചാൽ. ഇതാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയാൽ നമ്മൾ ജയിക്കുന്നതായിരിക്കും. ഇതാണ് ഗൈസ് ഇവിടെ കണ്ടോ ഒരു ആരോ ഉണ്ട്. ലെഫ്റ്റിലോട്ട് പോകാൻ ഒരു ആരോ ഉണ്ട്. ഇവിടേക്ക് വഴി അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കാണിച്ച വഴിയിൽ കൂടി തന്നെ നമുക്ക് പോകാം. ഇതുണ്ടെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് ഈ റേസ് കളിക്കുമ്പോൾ നമുക്ക് ഏത് വഴിയാണെന്ന് കൺഫ്യൂഷൻ കാണും. അപ്പോൾ അത് വേണ്ട ഗൈസ്. അതില്ലാതെ നമുക്ക് കറക്റ്റ് റൂട്ടിൽ കൂടെ പോകണമെങ്കിൽ ഈ ആരോ ഫോളോ ചെയ്ത് പോയാൽ മതി. ഈ ആരോ ഇല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും വഴി പോയി കിടക്കും. പിന്നെ ഇവിടെ ഒരു ആരോ ഉണ്ട്. മിക്കവർക്കും ഈ ആരോ ഇവിടെ ഉള്ളത് അറിയാൻ പറ്റില്ല. ചിലവർ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോകും. എന്നാൽ ഇവിടെ ഒരു ആരോ ഉണ്ട് ഗൈസ്. പിന്നെ നേരെ പോകുമ്പോൾ അവിടെ റാമ്പിൻ്റെ അപ്പുറത്തും ഒരു ആരോ ഉണ്ട്. ആ ആരോ എന്ന് വെച്ചാൽ നമുക്ക് റൈറ്റ് സൈഡിലോട്ട് പോകാനുള്ള ആരോ വേണം. അതുകൊണ്ട് ഗൈസ് ഒരു റൈറ്റ് സൈഡിലോട്ട് പോകാൻ ഒരു ആരോ ഉണ്ട്. ഇപ്പം നമ്മളാണ് ഗൈസ് ഫ്രണ്ടിലുള്ളതെന്ന് അല്ല ഗൈസ്, നമ്മളല്ല ഫ്രണ്ടിലുള്ളത്, നമ്മൾ തന്നെ ഗൈസ്. നേരത്തെ നമ്മൾ സെക്കൻഡ് പൊസിഷൻ എന്ന് കാണിച്ച് നമ്മളാണിപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ ഉള്ളത്. എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് ചാടിപ്പിക്കാം. ഇപ്പോൾ ഗൈസ് നമ്മൾ ചാടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കാറിന് ഒന്നും പറ്റില്ല ഗൈസ്. കതവും ഒന്നും തെറിച്ച് പോകില്ല, ഒരു കുഴപ്പമില്ലാത്തതാണ്. പിന്നെ ഗൈസ് നമുക്ക് ഇൻറ്റീരിയറും ഇതിൻ്റെ അകം കാണാൻ പറ്റില്ല. ഇൻറ്റീരിയർ ഓണാക്കിയാൽ നമുക്ക് ഇതിൻ്റെ വെളിയിലത്തെ ഭാഗമാണ് കാണാൻ പറ്റുന്നത്. വണ്ടിയുടെ അകമൊന്നും കാണാൻ പറ്റുന്നതായിരിക്കില്ല. ഫുള്ളും ബ്ലാക്ക് കളറിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് വീണ്ടും ഒരു ആരോ കാണാൻ പറ്റും. അപ്പോൾ ഗൈസ് നമ്മൾ റേസിൽ വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെയും കൂടെ ഒരു ആരോ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇവിടെ ചെല്ലുമ്പോൾ ഇവിടെ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിവിടെ എത്തുമ്പോൾ നമ്മുടെ റേസ് ഫിനിഷ് ആവുന്നതായിരിക്കും. പിന്നെ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നതില്ല. ഗെയിം ബാക്ക് അടിക്കണം. ഇപ്പോൾ റേസ് ഫിനിഷ് യുവർ പൊസിഷൻ 1 എന്ന് കാണിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ റെഡ് ആരോയിൽ ക്ലിക്ക് ചെയ്യണം. ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ ഈ ഗെയിമിൽ ഇപ്പോൾ വന്നേക്കുന്ന അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ആദ്യം അപ്ഡേറ്റ് വന്നതിന് ശേഷം 2 ദിവസം കഴിഞ്ഞ് വീണ്ടും കൊണ്ടുവന്ന അപ്ഡേറ്റാണ് ഇത്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബൈ ഗൈസ്, ഇതുപോലെ പുതിയൊരു വീഡിയോയിൽ കാണാം.